വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ടം മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. പള്ളുരുത്തി സെന്റ് റീറ്റ സ്കൂളിൽ ഹിജാബ് വിവാദം തുടരുന്നു. പള്ളുരുത്തിയിലെ സെന്റ് റീറ്റാസ് പബ്ലിക് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദം തുടരുന്നു. ശിരോവസ്ത്രം ധരിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥിനിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കാതിരുന്നത് സംബന്ധിച്ച വിവാദമാണ് തുടരുന്നത്. വിഷയത്തിൽ സ്കൂൾ പ്രിൻസിപ്പളും ലീഗൽ അഡ്വൈസറും മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയെ സ്കൂൾ തള്ളി. DDയുടെ റിപ്പോർട്ട് അവാസ്തവമാണെന്ന് സ്കൂൾ പ്രിൻസിപ്പളും വ്യക്തമാക്കി. റിപ്പോർട്ട് കറക്റ്റ് 11 മണിയായപ്പോൾ തന്നെ അത് സബ്മിറ്റ് ചെയ്തു. എന്തായാലും എനിക്കിവിടെ പറയാനുള്ളത് AEO ആണ് നമ്മുടെ ഇവിടെ വന്ന അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരെയും വിളിച്ച് സംസാരിക്കുകയും കുട്ടിയെയും പാരന്റിനെയും എല്ലാവരെയും ഇതിന് അധികാരപ്പെട്ട എല്ലാവരെയും വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഇത് സത്യവിരുദ്ധമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ്. ഇവിടെ വന്നിരിക്കുന്ന റിപ്പോർട്ട്, അവിടുന്ന് DD ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് സത്യവിരുദ്ധമാണ് എന്ന് തന്നെയാണ്. കാരണം നമുക്ക് എവിഡൻസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ കൈവശമുണ്ട്. അത് എന്തായാലും കോടതിയുടെ പരിധിയിലിരിക്കുന്ന കേസായതുകൊണ്ട് അതങ്ങനെ തന്നെ പോകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. മാനേജ്മെന്റ് 2018 കേരള ഹൈക്കോർട്ട്, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോർട്ട് സ്കൂൾ നിശ്ചയിച്ച യൂണിഫോം ചട്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പ്രവേശന സമയത്ത് തന്നെ രക്ഷിതാക്കൾക്ക് വ്യക്തമായി അറിയിച്ചതാണെന്നും എല്ലാ വിദ്യാർത്ഥികളും ഒരേ നിയമം പാലിക്കണമെന്ന് നിർബന്ധമാണെന്നും സ്കൂളിന്റെ അനുഷ്ഠാന ചട്ടങ്ങൾ പാലിക്കാതെ വിദ്യാർത്ഥികളെ വേർതിരിക്കുന്നത് ശരിയല്ലെന്നും പ്രിൻസിപ്പൽ കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടലിൽ മന്ത്രിയുടെ നിലപാടിൽ വ്യക്തതയില്ലെന്നും മന്ത്രി തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്നും സ്കൂളുകളുടെ ഭരണാവകാശം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും ലീഗൽ അഡ്വൈസർ അഭിപ്രായപ്പെട്ടു. ഒരു ഓർഡറിലേക്കാണ് വിദ്യാഭ്യാസ മന്ത്രി കടന്നിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ആ സ്റ്റാൻഡ് മാറ്റിയേ മതിയാവും. അതല്ല മാറ്റർ അമിക്കബിളി സെറ്റിൽഡ് ആണെങ്കിൽ കുട്ടിയുടെ പിതാവിനുമായി സംസാരിച്ച് സ്കൂൾ മാനേജ്മെന്റ് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കും. Adverse finding on the school authorities against her, which is against the factual basis of the case. ഫാക്ച്വലി അത്തരത്തിലൊരു ഇവന്റ് ഈ സ്കൂളിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അപ്രീഷ്യബിളായ അഡ്മയറബിളായ കാര്യം. കാരണം സ്കൂൾ ഒരിക്കലും മാനേജ്മെന്റ് ഈ കുഞ്ഞിനോട് അപമര്യാദയെ പെരുമാറുകയോ കുഞ്ഞിനെ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നോട്ടീസിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, കുട്ടി ഇനി ഇതുപോലെ ശിരോവസ്ത്രം ധരിച്ചു വന്നാൽ സ്കൂളിൽ പഠിക്കാൻ അവസരം കൊടുക്കണമെന്നാണ്. അതിലാണല്ലോ ഒരു തർക്കം ഇരിക്കുന്നത്. കാരണം അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ആ ഒരു ഡയറക്ഷൻ ഫോളോ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് സ്കൂൾ മാനേജ്മെന്റിന്റെ ഡിസിഷനാണ്. വിവാദം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് സ്കൂളിന് 2 ദിവസം അവധി പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം വിദ്യാർത്ഥിനിയുടെ പിതാവ് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ സംഭവത്തിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും കുട്ടിയെ സ്കൂളിലേക്ക് അയക്കുമെന്നുമാണ് അറിയിച്ചിരുന്നതെന്നും ഇവർ പറഞ്ഞു. എന്നാൽ കുട്ടിക്ക് ശാരീരിക അസ്വസ്ഥതയുണ്ടെന്ന കാരണത്താൽ വിദ്യാർത്ഥി സ്കൂളിൽ എത്തിയില്ലെന്നാണ് വിവരം. സ്കൂൾ അധികൃതർ യൂണിഫോം ചട്ടങ്ങളിൽ മാറ്റം വരുത്താൻ തയ്യാറില്ലെന്ന ഉറച്ച നിലപാട് ഇപ്പോഴും തുടരുകയാണ്. യൂണിഫോം ചട്ടങ്ങൾ സ്കൂളിന്റെ ശാസന സംവിധാനത്തിന്റെ ഭാഗമാണെന്നും അതിൽ വിട്ടുവീഴ്ചയില്ലെന്നും സ്കൂൾ ഭരണസമിതി വ്യക്തമാക്കിയിട്ടുണ്ട്. PTA-യും ഇതേ നിലപാടുമായാണ് മുന്നോട്ട് പോകുന്നത്. അതിനകത്തൊരു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാനോ അതിനകത്തൊരു വിഷയം ഉണ്ടാക്കാനോ സ്കൂൾ മാനേജ്മെന്റ് ആഗ്രഹിച്ചിരുന്നില്ല. സ്കൂൾ മാനേജ്മെന്റ് വ്യക്തമായും കൃത്യമായി പറഞ്ഞത് സ്കൂളിനൊരു യൂണിഫോം കോഡുണ്ട്. ദാറ്റ് ഈസ് ഫോർ ടു ഒബ്സർവ് ഇക്വാലിറ്റി എമംഗ് ദ കിഡ്സ്, എമംഗ് ദ ചിൽഡ്രൻ. ഇക്വാലിറ്റിയും സെക്യുലാരിസവും യൂണിറ്റിയും ബിൽഡ് ചെയ്യാനും ഇൻകുൾക്കേറ്റീവായിട്ട് കുട്ടികൾക്കുള്ളിൽ തന്നെ കുട്ടികളുടെ മനസ്സിൽ തന്നെ ഒരു തുല്യതാബോധം. നോക്കൂ, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോംസ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജെൻഡർ ന്യൂട്രൽ യൂണിഫോംസ് എന്ന് വെച്ചാൽ ലിംഗപരമായ വ്യത്യാസം പോലും ഇല്ലാതെ ആണും പെണ്ണും ഒരേ വസ്ത്രം ധരിച്ച് സ്കൂളിൽ എത്തേണ്ട ഒരു കാലത്ത്. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.